ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങോട്ട് പോകാനറിയോ? ഗുണ്ടൽപേട്ട് പോകാനാട്ടോ. ഞങ്ങളൊരു 6 മണിയായപ്പോഴത്തേനും റെഡിയായി. പക്ഷേ ഞങ്ങൾ വണ്ടിക്ക് ചെറുതായിട്ടൊരു കുഴപ്പമുണ്ടായതുകൊണ്ട് ഞങ്ങളൊരു 6:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. എന്താ അറിയില്ല, ഭയങ്കര വിശപ്പാണിപ്പോൾ. നമ്മളപ്പം ഉണ്ണി, കണ്ണൻ, രാജേഷേട്ടൻ, ലക്ഷ്മി ചേച്ചി, അച്ഛൻ, അമ്മ, മേമ, ദേവു, മാളു, പിന്നെ ഞാൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ഉണ്ണി പിന്നെ സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങളപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ അടുത്ത് കയറിയപ്പം മുതൽ നല്ല പുള്ളിമാൻ കൂട്ടങ്ങളാണ്. ചെറുതായിട്ടും വലുതായിട്ടും പുള്ളി ഇല്ലതും പുള്ളി ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓല് മൂന്നാളും ഇതാ നമ്മളെ കാത്തതാ റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. നല്ല അടിപൊളി ചെണ്ടുമല്ലിത്തോട്ടം. ചെണ്ടുമല്ലി മല്ലിക എന്നൊക്കെ പറയാം. നല്ലൊരു അടിപൊളി വൈബാട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനും. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസ്, പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ചാണ്ട് കറക്കി അച്ഛനെ. വീഡിയോയിലൊക്കെ കാണുന്ന പോലെ നല്ല സൂര്യകാന്തി തോട്ടങ്ങൾ കാണാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അതൊക്കെ എന്താ കരിഞ്ഞാകെ ഇതായിക്കണ്. ഒരു 5-6 സൂര്യകാന്തി മാത്രമേ ഇങ്ങനെ നിവർന്ന് നിൽക്കണുള്ളൂ, ബാക്കിയൊക്കെ കരിഞ്ഞാകെയായി. എന്തായാലും പോയത് നഷ്ടമായിട്ടില്ല. കുറേ വീഡിയോസിൽ നമ്മൾ കാണലുണ്ട് ദ ഫ്ലവർ പോട്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയണത് ശരിയാണ്. ബട്ട് നമ്മൾ സൂര്യകാന്തി പ്രതീക്ഷിച്ചാണല്ലോ വന്നത്. പക്ഷേ സൂര്യകാന്തി കാണാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതും നല്ല അടിപൊളിയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു. പിന്നെ റോഡ് സൈഡിൽ ഫുള്ള് കുരങ്ങന്മാരും. പിന്നെ ഈ സാധനത്തിന് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് മുന്നിൽ അതാ നിൽക്കണു കാട്ടി, അല്ലെങ്കിൽ കാട്ടുപോത്ത്. പിന്നെ കുറച്ച് ആനയാണ്. ആനേനെ പിന്നെ നമ്മൾ വല്ലാണ്ട് സൂം ചെയ്തില്ല, കാരണം നമ്മൾ മുണ്ടേരി ആയതുകൊണ്ട് ആനകളെ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ എത്രയുള്ളൂ ഗായ്സ്, ബൈ.